ഹായ് ഓൾ ഓഫ് യു. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് റിവിഷൻ്റെ ഭാഗമായിട്ട് സയൻസ് 6ാം ക്ലാസ്സിലെ സയൻസിലെ 5ാമത്തെ ചാപ്റ്റർ ആഹാരം ആരോഗ്യത്തിന് എന്നൊരു ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്ററാണ്. അതിലൊരുപാട് നമുക്ക് ആഹാരത്തിൽ നിന്ന് കിട്ടുന്ന പോഷകഘടകങ്ങൾ അല്ലേ, അതിൻ്റെ പ്രത്യേകതകൾ, കാര്യങ്ങൾ, അതേപോലെ വിറ്റാമിൻ, അതിൻ്റെ സോഴ്സ്, അതേപോലെ അതിൻ്റെ അപര്യാപ്ത രോഗങ്ങൾ, അങ്ങനെ ഒരുപാട് ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ നമുക്ക് എന്തായാലും 1-2 ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണത്, ഈ ആഹാരം ആരോഗ്യത്തിന് എന്ന ചാപ്റ്റർ അല്ലേ. അപ്പം അതേപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ സയൻസിന് ഏകദേശം 27ഓളം മാർക്ക് ഇതിൽ നിന്നാണ്. സയൻസിനാണ് LPUPക്ക് 27 മാർക്ക് ഇവിടെ നിന്നാണ്, സയൻസിൽ നിന്നാണ്. 3 കാറ്റഗറിയിൽ നിന്നായിട്ട് 27 മാർക്ക് എന്താണ് സയൻസാണ്. അപ്പം പിന്നെ 21ഉം 6ഉം 27 മാർക്ക് സയൻസിൽ നിന്നാണ്. അപ്പോൾ ആ ഇമ്പോർട്ടൻസ് കൂടി നമ്മൾ സയൻസ് എന്ത് ചെയ്യണം, അത് മാക്സിമം SCRT ടെക്സ്റ്റ് ബുക്ക് 5 തൊട്ടിട്ട് 10 വരെ അല്ലെങ്കിൽ +2 വരെ ഈ സയൻസിൻ്റെ ടെക്സ്റ്റ് ബുക്ക് നമ്മൾ മാന്യമായി നോക്കിയാൽ നമുക്ക് ആ മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, യാതൊരുവിധ ബുദ്ധിമുട്ടും കൂടാതെ മേടിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് എന്ത് ചെയ്യാം, ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് ചോദ്യങ്ങൾ മാക്സിമം അവർ ചോദിക്കുക അല്ലേ. മറ്റേ കറണ്ട് അഫയേഴ്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒരു 2 മാർക്ക് വെച്ച് 6 മാർക്കിന് കറണ്ട് അഫയേഴ്സും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് എന്ത് ചെയ്യുക, ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ചാനലിനെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്തു, ഇനി എന്ത് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് ഞാൻ കളയും. എന്ത് ചെയ്യുക, ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്യും, മാർക്ക് ചെയ്ത് പോവും. ആ മാർക്ക് ചെയ്ത് വെച്ച കാര്യങ്ങൾ എന്ത് ചെയ്യുക, സമയമുണ്ടെങ്കിൽ ഒന്ന് ഷോർട്ട് ചെയ്ത് എഴുതിയെടുക്കുക. ഓക്കെ, അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എന്നും പറയുന്ന പോലെ ഈ ഭാഗമൊന്നും നമുക്ക് വേണ്ട. നമുക്ക് വേണ്ട ഒരു കാര്യം, വേണ്ട വെച്ചാൽ അറിയേണ്ട ഒരു കാര്യം, ബേസ് ആയിട്ടൊരു കാര്യം, ആഹാരത്തിൽ എന്നൊരു കാര്യം. അപ്പോൾ നമ്മൾ ആഹാരത്തിൽ എന്ന ഈ ഭാഗത്തിൽ നമുക്ക് ജസ്റ്റ് നോക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. എന്താണ്, ഭക്ഷണത്തിൻ്റെ ആവശ്യകതയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഭക്ഷണത്തിൻ്റെ ആവശ്യകത എന്തിനാണ് ഭക്ഷണത്തിൻ്റെ ആവശ്യകത എന്ന് പറയുക, രോഗപ്രതിരോധ ശേഷി നേടാൻ എന്ത് വേണം, ഭക്ഷണം വേണം. പിന്നെ എന്ത് ചെയ്യണം, ഭക്ഷണം നമുക്ക് എന്ത് ചെയ്യാം, ഊർജ്ജം ലഭിക്കാൻ വേണം അല്ലേ. ഭക്ഷണം നമുക്ക് എന്ത് ചെയ്യണം, ഊർജ്ജം ലഭിക്കാൻ വേണം, ഊർജ്ജത്തിന് വേണം, രോഗപ്രതിരോധ ശേഷിക്ക് വേണം. അതുപോലെ ഉപാപചയ പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിൽ നടക്കാൻ, നമ്മുടെ ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിൽ നടക്കാൻ എന്ത് വേണം, ഭക്ഷണം വേണം അല്ലേ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ആയല്ലോ. നമ്മൾ എന്തിനാണ് ഭക്ഷണം കഴിക്കുന്നത് മനസ്സിലായല്ലോ. എന്തിനാണ്, രോഗപ്രതിരോധ ശേഷി നേടാൻ വേണ്ടി കഴിക്കും, അതേപോലെ ഊർജ്ജത്തിന് വേണ്ടി കഴിക്കും അല്ലേ. ഉപാപചയ പ്രവർത്തനങ്ങൾ കറക്റ്റായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഭക്ഷണം കഴിക്കും. അപ്പോൾ അവിടെ എത്രയേ ഉള്ളൂ. ഓക്കെ, നമുക്ക് നേരെ അടുത്ത ഭാഗത്തേക്ക് പോകാം. ഇനി നമ്മൾ നോക്കേണ്ടത്, നമുക്ക് പഠിക്കേണ്ടത് ഈ ഒരു ഭാഗമാണ്. ഈ ഒരു ഭാഗം ഏതാണ്, ഭക്ഷ്യവസ്തു കൊടുത്തിട്ടുണ്ട്. അരി, മാംസ്യം, എണ്ണ, പഴങ്ങൾ, പയറുവർഗ്ഗങ്ങൾ അല്ലെ പച്ചക്കറികൾ. അവിടെ കുറച്ച് പോഷക ഘടകങ്ങൾ ടേബിൾ ഫില്ല് ചെയ്യാനുണ്ട്. നമ്മൾ എന്തൊക്കെയാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത് ജസ്റ്റ് ഒന്ന് ചെയ്യാം, ഒന്ന് മാർക്ക് ചെയ്ത് പോകാം. അപ്പോൾ നോക്കി നമുക്ക് എന്തൊക്കെ കിട്ടും നോക്കി. അരിയിൽ നിന്ന് എന്താ കിട്ടുക, അരിയിൽ നിന്ന് ധാന്യം കിട്ടും. മാംസം കഴിച്ചാൽ എന്ത് കിട്ടും, നമുക്ക് മാംസ്യം കിട്ടും അല്ലേ. എണ്ണ കഴിച്ചാലോ, കൊഴുപ്പ്, മാംസം എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ. ഓക്കെ, പഴങ്ങൾ, പച്ചക്കറി നമ്മൾ കഴിച്ചത് കിട്ടും, നമുക്ക് ധാതു ലവണങ്ങൾ, വിറ്റാമിൻ കിട്ടും. അപ്പം നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ എന്തെങ്കിലും സാധനം മാത്രം കഴിച്ചിട്ട് കാര്യമുണ്ടോ, ഇല്ല. നമ്മൾ അതുകൊണ്ടാണ് പറയുന്നത് ചെയ്യുക, എല്ലാ ഭക്ഷണവും കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ചെറിയ കോമ്പിനേഷനെങ്കിൽ ഇന്നും കഴിക്കണം എന്ന് പറയുക. ഓക്കെ ആണല്ലോ, ഇത്ര ഓക്കെ ആണല്ലോ. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്, ധാന്യകം ആണ് പഠിക്കേണ്ടത്. ധാന്യകത്തിൻ്റെ പ്രധാന സോഴ്സുകൾ എവിടെ നിന്നൊക്കെ നമുക്ക് ധാന്യം കിട്ടുമെന്നാണ് കൊടുത്തേക്കുന്നത്. എവിടെ നിന്ന് കിട്ടും, ധാന്യം കിട്ടും. നമ്മൾ എന്ത് ചെയ്യുക അല്ലേ, ദോശ, പുട്ട് അല്ലേ, കപ്പ, കിഴങ്ങ് വർഗ്ഗങ്ങൾ അല്ലേ, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് ധാന്യകം കിട്ടും. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഇതിൻ്റെ ഉപയോഗം നോക്കാം. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവ കൊണ്ടാണ് ധാന്യകം നിർമ്മിച്ചിരിക്കുന്നത്. നല്ല സ്റ്റേറ്റ്മെൻറ്റിന് പറ്റിയൊരു ക്വസ്റ്റനാണ്. അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ കേട്ടിട്ടുണ്ട് ധാന്യകം എവിടെ നിന്ന് കിട്ടും, അതിൻ്റെ ഉപയോഗം എന്താണെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ നീ ലൈൻ ഇങ്ങനെ വായിച്ചില്ല നമുക്ക് ഇതിൽ കിട്ടത്തില്ല അല്ലേ. അപ്പോൾ എന്താണ്, എവിടെ നിന്നാണ് കിട്ടുന്നത്, കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവ കൊണ്ടാണ് ധാന്യകം നിർമ്മിച്ചിരിക്കുന്നത്. ഇനി എന്താണ് അതിൻ്റെ ജോലി നോക്കി, ശരീരപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുക എന്നതാണ് ഇതിൻ്റെ മുഖ്യധർമ്മം. മനസ്സിലായല്ലോ. അതുപോലെ നോക്കി അടുത്ത ഇമ്പോർട്ടൻ്റ്, അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ് എന്നിവ ധാന്യങ്ങളുടെ വിവിധ രൂപങ്ങളാണ്. സ്റ്റേറ്റ്മെൻറ്റിനൊക്കെ പറ്റിയ സാധ്യതയുള്ള സാധനമാണ്. എന്താണ്, അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ് ഒക്കെ എന്താണ്, ധാന്യത്തിൻ്റെ വിവിധ രൂപങ്ങളാണ്. അതേപോലെ നോക്കി, ധാന്യം നമുക്ക് ഇവിടെ നിന്നാണ് കൂടുതലായിട്ട് കിട്ടുന്നത്. ധാന്യങ്ങൾ, കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്നിവയിൽ അന്നജ രൂപത്തിൽ ധാന്യകം ധാരാളം അടങ്ങിയിട്ടുണ്ട്. അപ്പം നല്ല ഇമ്പോർട്ടൻ്റ് ആയൊരു ബോക്സാണ് ധാന്യകത്തെ കുറിച്ചിട്ട് ഇനി അടിയാ. അപ്പോൾ ഇവിടെ നിന്ന് കിട്ടും, എങ്ങനെയുണ്ടായി, എന്താണ് അതിൻ്റെ ആവശ്യം, പിന്നെ അതിൻ്റെ വിവിധ രൂപങ്ങൾ ഏതാണ്, ഇത്രയും നമ്മൾ എന്ത് ചെയ്തു നോക്കി. ഇതതിൻ്റെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആരോഗ്യം ചെയ്യാൻ പറ്റുന്ന പ്രവർത്തികളാണല്ലേ. അപ്പോൾ അതൊന്ന് നോക്കട്ടെ. അപ്പോൾ ഈ ബോക്സ് എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, മറക്കാതെ എഴുതി വെച്ച് തന്നെ പഠിക്കണം. ഓക്കെ,
ഇനി നമുക്ക് നോക്കേണ്ടത് എന്ത് ചെയ്യാവും, ആവശ്യമില്ലാത്തൊക്കെ കളയുവാണ്. ആവശ്യമുള്ള ഈ ഒരു കാര്യം മാത്രം നമ്മൾ എടുക്കുവാണ്. ഏതാണ് ഈ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എന്താണ്, അയഡിൻ ടെസ്റ്റ്. അപ്പോൾ അന്നജം അയഡിൻ ലായനി പ്രവർത്തിക്കുമ്പോൾ കടുനീല ഉണ്ടാകുന്നു അല്ലേ. അപ്പം അന്നജം അയഡിൻ ലായനിയുമായി പ്രവർത്തിക്കുമ്പോൾ കടും നീലനിറ ഉണ്ടാകുന്നു. അപ്പോൾ ഇത് പഠിക്കേണ്ട കാര്യം എന്താണ്, നമ്മൾ അന്നജത്തിൻ്റെ സാന്നിധ്യം അറിയാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഏതാണ്? ആ ടെസ്റ്റിൻ്റെ പേരാണെന്ത്, അയഡിൻ ടെസ്റ്റ്. അയഡിൻ ടെസ്റ്റ് എങ്ങനെ പ്രവർത്തിക്കുന്നത്? അന്നജം നമ്മുടെ അയഡിൻ ലായനിയുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ എന്ത് ചെയ്യും, കടും നീല നിറം ഉണ്ടായാൽ അതിൻ്റെ അർത്ഥം എന്താണ്, അന്നജത്തിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ട്. അപ്പോൾ ഇതും എന്താണ്, അന്നജവുമായി ബന്ധപ്പെട്ട ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റിന് സാധ്യതയുള്ളതാണ്. നന്നായി പഠിച്ചോണം. അപ്പം 3-4 കാര്യങ്ങൾ തൊട്ടുമുമ്പത്തെ ബോക്സിൽ പഠിച്ചായിരുന്നു. ഇവിടെ നമ്മൾ പഠിച്ചത് എന്താണ്, അയഡിൻ ടെസ്റ്റ് എന്താണെന്ന് പഠിച്ചു, അന്നജത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാനാണെന്ന് പഠിച്ചു. ഇപ്പോൾ എക്സാമ്പിൾ അയഡിൻ ടെസ്റ്റ് അന്നജത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നു എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, പഠിക്കാതെ പോയാൽ കിട്ടത്തില്ല. അപ്പോൾ എന്താണ്, 2-3 പോയിന്റ് ഇതിൽ ചെറിയൊരു സെൻറ്റൻസ് ആണെങ്കിലും ഉണ്ട് അല്ലേ. അയഡിൻ ടെസ്റ്റ് എന്തിനാണെന്നുണ്ട് അല്ലേ, അയഡിൻ ടെസ്റ്റ് നടത്തുമ്പോൾ എന്ത് ചെയ്യുക, എന്താ സംഭവിക്കുന്നത്, നിറം ഏതാ കിട്ടുന്നതെന്നുണ്ട്, നീലയാ കിട്ടുന്നതെന്നുണ്ട് അല്ലേ. അപ്പം അന്നജം അയഡിൻ ലായനിയുമായി പ്രവർത്തിക്കുമ്പോൾ എന്ത് കിട്ടും, കടും നീല നിറം ഉണ്ടാകുന്നു. ഈ ഒരു കാര്യം എന്ത് ചെയ്യണം, ഓർത്തിരിക്കണം. അടുത്ത് നമുക്ക് നോക്കേണ്ട ഭാഗം ഏതാണ്, മാംസ്യം, പ്രോട്ടീൻ അല്ലേ. നമ്മൾ കേട്ടിട്ടുണ്ട് പ്രോട്ടീൻ വേണം, ശരീര വളർച്ചയ്ക്ക് പ്രോട്ടീൻ വേണം, മസിൽ വയ്ക്കാൻ പ്രോട്ടീൻ വേണം എന്നൊക്കെ പറഞ്ഞായിരുന്നു അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഇതൊരു ബോക്സിലേക്ക് നമുക്ക് പോകാം. എന്താണ് വളർച്ചയ്ക്ക് പിന്നിൽ. അപ്പം നോക്കി, ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന ആഹാര ഘടകമാണ് പ്രോട്ടീൻ. അപ്പോൾ പ്രോട്ടീൻ കഴിക്കുന്നതിനാണ് നമുക്ക് ശരീരം തടി വെക്കണമെങ്കിൽ അല്ല വളരണ എന്ത് കഴിക്കണം, പ്രോട്ടീൻ വേണം അല്ലേ. അപ്പോൾ എന്തൊക്കെ നോക്കി, ശരീരത്തിലെ കോശങ്ങൾ, മുടി, ദഹനരസങ്ങൾ തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് പ്രോട്ടീൻ അത്യാവശ്യമാണ്. അപ്പോൾ പ്രോട്ടീൻ തടി വയ്ക്കാൻ മസിൽ വയ്ക്കാൻ മാത്രമാണോ, പോരല്ലേ. അപ്പോൾ നമുക്ക് ശരീരത്തിലെ കോശങ്ങൾ വളരാൻ അല്ലേ, അത് മസിലുമായി ബന്ധപ്പെട്ടതാണ്. മുടി വളരാൻ, ദഹനരസങ്ങൾ തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് ഏത് വേണം, പ്രോട്ടീൻ വേണം അല്ലേ. അടുത്ത് നോക്കൂ, ധാന്യങ്ങളുടെ അഭാവത്തിൽ ഊർജത്തിനോടൊപ്പം പ്രോട്ടീൻ പ്രയോജനപ്പെടുത്തുന്നു. അപ്പോൾ പ്രോട്ടീൻ നമുക്ക് എന്താണ്, ഊർജ്ജവുമായി അല്ലേ, ഊർജ്ജ ഉൽപ്പാദനത്തിനും പ്രോട്ടീൻ പ്രയോജനപ്പെടുത്തും ധാന്യങ്ങളുടെ അഭാവത്തിൽ അല്ലേ. അപ്പോൾ നോക്കി, ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ എന്നിവയാണ് പ്രോട്ടീനിൽ അടങ്ങിയിരിക്കുന്നത്. അപ്പം ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യത്തിന് സാധ്യത നമ്മൾ പ്രതീക്ഷിച്ച് പോകണം. എന്താണ്, 2-3 സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, മാംസ്യത്തിൽ അടങ്ങിയത് ഇതൊക്കെയാണ്, തൊട്ടുമുമ്പ് നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ. അതേപോലെ പ്രോട്ടീനിൽ അടങ്ങിയിരിക്കുന്നത് എന്താണ്, ഇതൊക്കെയാണ്. അതിൽ തെറ്റിച്ചു ഒരെണ്ണം കൊടുക്കും അല്ലേ. അപ്പോൾ ഇതിൽ ശരിയായത് ഏത് തെറ്റായത് ഏത്, ആ രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യണം, നോക്കി പോകണം. അപ്പോൾ അത് മറക്കരുത്. എന്തൊക്കെയാണ്, ഹൈഡ്രജൻ അല്ലാത്ത എന്ത് ചെയ്യാം, ഇത് നോക്കി പോകാത്ത ഒരുത്തിനും എന്ത് ചെയ്യില്ല, പരീക്ഷയ്ക്ക് പോയിട്ട് എഴുതത്തില്ല. ഇതാണ് പ്രോട്ടീൻ്റെ ഉള്ളിൽ എന്തൊക്കെയുള്ളത്, ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ എന്നിവയാണ് എന്തിലുള്ളത്, ആ പ്രോട്ടീനിൽ അടങ്ങിയിരിക്കുന്നത്. മനസ്സിലായല്ലോ. ഒരാളുടെ ശരീരത്തിന് ഭാരത്തിനനുസരിച്ച് 1 കിലോഗ്രാമിന് 1 ഗ്രാം തോതിൽ പ്രോട്ടീൻ ഓരോ ദിവസവും ഭക്ഷണത്തിൽ ലഭിക്കണം. അതും എന്ത് ചെയ്യുക, സ്റ്റേറ്റ്മെൻറ്റ് സാധ്യതയുണ്ട്. ഒരാളുടെ ശരീരഭാരത്തിന് അനുസരിച്ച് 1 കിലോഗ്രാമിന് 1 ഗ്രാം എന്ന തോതിൽ പ്രോട്ടീൻ ഓരോ ദിവസവും ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കണം. എന്ന് വെച്ചാൽ നമുക്ക് 70 കിലോ ഉണ്ടെങ്കിൽ എത്ര കിട്ടണം, 70 ഗ്രാം പ്രോട്ടീൻ എന്ത് ചെയ്യണം, വേണം എന്നാണ് ചുരുക്കം അല്ലേ. ഓക്കെ, അപ്പം നമ്മൾ അടുത്തത് പ്രോട്ടീനുമായി ബന്ധപ്പെട്ട് ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഏരിയയാണ്. ഇതാണത് ഏരിയ അല്ല, ഒരു ചോദ്യം. എന്താണ് കോഷിയോക്കർ എന്ന് പറയും. കോഷിയോക്കർ എന്താണ്, പ്രോട്ടീൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന ഒരു രോഗമാണ് കോഷിയോക്കർ. ഇത് ബാധിച്ചവരുടെ ശരീരം ശോഷിച്ചും വയർ വീർത്തുമിരിക്കും. അപ്പോൾ ഒന്ന് ഓർത്തിരിക്കുക, അപ്പം പ്രോട്ടീൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന ഒരു രോഗമാണ് കോഷിയോക്കർ. അത്ര നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്നൊക്കെ ഗൈഡിൽ നിന്നൊക്കെ പഠിക്കും. ഇത് ബാധിച്ചവരുടെ ശരീരം ശോഷിച്ചും വയർ വീർത്തുമിരിക്കും എന്ന് നമ്മൾ എന്ത് ചെയ്യില്ല, എവിടെയും കാണാൻ സാധ്യത കുറവാണ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ ആവശ്യകത ഏതാണ് പറയുന്നത്. അപ്പം ഈ ഒരു ബോക്സ് എന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് നോക്കിയിരുന്നോണേ. അപ്പോൾ കോഷിയോക്കർ രോഗം എന്താണ്, പ്രോട്ടീൻ്റെ അഭാവം മൂലമാണ് അല്ലേ. രോഗലക്ഷണം അതാണ്, ഇത് ബാധിച്ചവരുടെ ശരീരം ശോഷിച്ചും വയർ വീർത്തുമിരിക്കും എന്ന കാര്യം ഒന്ന് ഓർത്തിരിക്കണം. ഇനി നോക്കി, ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ഒന്ന് അറിഞ്ഞിട്ട് പോകാം. എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മൾ എന്ത് ചെയ്യുക, നമ്മളൊരു മനുഷ്യൻ്റെ ശരീരഭാരത്തിന് അല്ലേ 1 കിലോഗ്രാമിനനുസരിച്ച് എന്ത് ചെയ്യണം, നമ്മൾ 1 കിലോഗ്രാമിന് 1 ഗ്രാം എന്ന രീതിയിൽ പ്രോട്ടീൻ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതെങ്ങനെ അറിയുമെന്ന് ചോദിച്ചാൽ എന്താണ്, നമ്മൾ എന്ത് ചെയ്യുക, അതിനാണ് ഇങ്ങനത്തെ ചാർട്ടുകൾ, ഫ്ലോ ചാർട്ടുകളുള്ളൂ അല്ലേ. അപ്പോൾ അരിയാണെങ്കിൽ 6.8 അല്ലേ, 6.8 ഉണ്ട് അല്ലേ. ഗോതമ്പാണെങ്കിലോ 11.8, കശുവണ്ടി 21.2 അല്ലേ. അങ്ങനെ മത്തിയാണെങ്കിലോ 19.6. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഏറ്റവും ലോക്കൽ മത്തി അല്ലെ, മീനല്ലോ വില കുറഞ്ഞ മീൻ എന്നൊക്കെ നമ്മൾ കഴിക്കുന്ന മത്തിയാണ് അല്ലേ, ചാളാമത്തി എന്നൊക്കെ പറയും. ആ സാധനത്തിന് എന്തുണ്ട്, 19.6 എന്തുണ്ട്, പ്രോട്ടീൻ്റെ അളവുണ്ട് അല്ലേ. താറാവ് മുട്ടയാണ് 21 അല്ലേ. അതേപോലെ നോക്കൂ, ചെറുപയർ. അപ്പം ഇതൊക്കെ കഴിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് തടി വയ്ക്കുകയുള്ളൂ, മുടി വയ്ക്കുകയുള്ളൂ, കോശമൊക്കെ രോഗങ്ങളൊക്കെ എന്ത് ചെയ്യുള്ളൂ, വരാതിരിക്കുകയുള്ളൂ അല്ലേ. അതേപോലെ നമ്മുടെ ദഹന പ്രക്രിയയൊക്കെ എന്ത് ചെയ്തു, കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, നടക്കും. അത് കഴിച്ചില്ലെങ്കിൽ നടക്കുമെങ്കിൽ എന്ത് ചെയ്യുക, സ്റ്റാൻഡേർഡായിട്ട് നന്നലയിൽ നടക്കണം എന്ത് ചെയ്യണം, ഈ പ്രോട്ടീനും വേണം എന്നാണ് പറയുന്നത്. അപ്പം ഈ ഒരു ബോധത്തോടെ എന്ത് ചെയ്യുക, നമ്മൾ ഭക്ഷണത്തിൽ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക,
ഈ കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. ഓക്കെ, ആരോഗ്യത്തോടെ നമുക്ക് നിലനിൽക്കാൻ വേണ്ടി ഈ കാര്യത്തോടെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യണം അല്ലേ? ഓക്കെ, അടുത്ത് നോക്കൂ. അപ്പം നമുക്ക് പറയാൻ പറ്റും എന്താണ് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അരി, കശുവണ്ടി, ആട്ടിറച്ചി, മുട്ട, പാല്, ചെറുപയർ, ഇതൊക്കെ എന്താണ് നല്ല രീതിയിൽ എന്ത് ചെയ്യുക, പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ്. അപ്പോൾ ആ ഒരു കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ഭാഗമാണ്, ഒരു ഇത്തരത്തിലുള്ള ഇമ്പോർട്ടൻ്റ് ഭാഗമാണ്. ഈ ഒരു പാരഗ്രാഫ് മാത്രം നമുക്ക് നോക്കിയാൽ മതി. അപ്പോൾ എന്താണെന്ന് നോക്കൂ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നതാണ്, നമ്മൾ അന്നജത്തിൻ്റെ സാന്നിധ്യം അറിയാൻ വേണ്ടി അയഡിൻ ടെസ്റ്റ് ഉപയോഗിക്കുന്നു. നമ്മൾ പ്രോട്ടീൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ വേണ്ടി എന്ത് ടെസ്റ്റാണ് നടത്തുക അല്ലേ? എന്താണ് ഏത് കെമിക്കലാണ് ചേർക്കുക എന്ന് ചോദിച്ചാൽ നോക്കി, ഇതിൻ്റെ ആൻസർ ഇതാണ്: സോഡിയം ഹൈഡ്രോക്സൈഡ്, അതേപോലെ എന്താണ് കോപ്പർ സൾഫേറ്റ്. ഈ രണ്ട് സാധനമാണ് അത് ചേർക്കുന്നത്, സോഡിയം ഹൈഡ്രോക്സൈഡും കോപ്പർ സൾഫേറ്റും. ഓക്കെ ആണല്ലോ. ഓൾറെഡി നമ്മൾ പറഞ്ഞായിരുന്നു അയഡിൻ ടെസ്റ്റ് നടത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന നിറം ഏതാണ്? നീലയാണ് പറഞ്ഞു അല്ലേ? അപ്പോൾ ഇവിടെ കിട്ടുന്ന നിറം ഏതാണ്? വയലറ്റ് ആണ്. അപ്പം എന്താണ് പ്രോട്ടീൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ കിട്ടുന്ന നിറം ഏതാണ്? വയലറ്റ് ആണ് അല്ലേ? അപ്പോൾ ഇവിടെ പ്രവർത്തനം കൊടുത്തിട്ടുണ്ട്. കുറച്ച് കോഴിമുട്ട എടുക്കുക അല്ലേ? കോഴിമുട്ട ടെസ്റ്റ് ട്യൂബിൽ ചെറുതായിട്ട് എടുക്കുക. ഞാൻ സ്പീഡിൽ വായിക്കുന്നുണ്ടാണ്, മൊത്തം വായിക്കുന്നില്ല. അതിലേക്ക് 1% വീര്യമുള്ള സോഡിയം ഹൈഡ്രോക്സൈഡ് ലായനി 8-10 തുള്ളി ചേർക്കുക. അതിനുശേഷം ഇളക്കിയിട്ട് അതിലേക്ക് എന്ത് ചെയ്യുക? 1% വീര്യമുള്ള കോപ്പർ സൾഫേറ്റ് ലായനി 2 തുള്ളി ചേർക്കുക. വയലറ്റ് നിറം കാണുന്നുണ്ടെങ്കിൽ അത് പ്രോട്ടീൻ്റെ സാന്നിധ്യം കൊണ്ടാണ്. അപ്പോൾ എന്താണ് പിന്നെ പ്രോട്ടീൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അത് തിരിച്ചറിയുന്ന കളർ ഏതാണ്? വയലറ്റ്. ചേർക്കുന്ന കെമിക്കൽ ഏതൊക്കെയാണ്? സോഡിയം ഹൈഡ്രോക്സൈഡും കോപ്പർ സൾഫേറ്റുമാണ്. ഈ ഒരു കാര്യം ഒന്ന് ഓർത്തിരിക്കുക. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാം, നമ്മൾ അതിൻ്റെ ടെസ്റ്റ് ട്യൂബും പരീക്ഷണമൊന്നും നോക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് സ്പീഡായിട്ട് എന്ത് ചെയ്ത് പറഞ്ഞു പോയത്. 3 കാര്യം ഈ പാരഗ്രാഫിൽ നിന്ന് ഓർക്കുക: സോഡിയം ഹൈഡ്രോക്സൈഡ്, കോപ്പർ സൾഫേറ്റ്, വയലറ്റ്. ഈ 3 കാര്യം പ്രോട്ടീനുമായി ബന്ധപ്പെട്ട എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്തതായി നമ്മൾ നോക്കേണ്ട ആളാണ്, പഠിക്കേണ്ട ആളാണ് കൊഴുപ്പ് എന്ന് പറയും അല്ലേ? അപ്പോൾ കൊഴുപ്പ് നോക്കി, കൊഴുപ്പിൻ്റെ പ്രത്യേകത നോക്കി. നമ്മുടെ ശരീരത്തിന് കുറഞ്ഞ അളവിൽ ആവശ്യമായ ആഹാര ഘടകങ്ങളിൽ ഒന്നാണ് കൊഴുപ്പ്. അപ്പം നമുക്ക് കൊഴുപ്പ് ഒരുപാടൊന്നും വേണ്ട, ഒരു ചെറിയ അളവിൽ കൊഴുപ്പ് നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഊർജ്ജം കിട്ടാൻ വേണം. എങ്ങനെയാണെന്ന് ഈ പാരഗ്രാഫിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പം നോക്കി, ഇനി നമുക്ക് എവിടെ നിന്നാണ് കൊഴുപ്പ് കിട്ടുക നോക്കി. മാംസം, മത്സ്യം, പാലുൽപ്പന്നങ്ങൾ, മുട്ട തുടങ്ങിയ വിവിധ തരം അല്ലേ പരിപ്പുകൾ എന്നിവയിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യും? കൊഴുപ്പ് കിട്ടും അല്ലേ? അതേപോലെ നോക്കൂ, വിവിധ തരം എണ്ണ, നെയ്യ് തുടങ്ങിയ പല ഭക്ഷ്യവസ്തുക്കളിൽ നിന്നും വേർതിരിച്ച കൊഴുപ്പുകളാണ് അല്ലേ? അപ്പോൾ എന്താണ് എണ്ണ, നെയ്യ് എന്നൊക്കെ പറയുന്നത് വിവിധ തരം ഭക്ഷ്യവസ്തുക്കളിൽ നിന്ന് എന്ത് ചെയ്യുക? വേർതിരിച്ചെടുത്ത കൊഴുപ്പുകളാണ്. നമ്മൾ കേട്ടുള്ള മിൽമേൻ്റെ നെയ്യ് എവിടെ നിന്ന് എടുക്കുന്ന? പാലിൽ നിന്നാണ് അല്ലേ? അപ്പം അതേപോലെ നമ്മൾ സോയാബീൻ, അങ്ങനെ പലതരം എണ്ണകളൊക്കെ ഇട്ടിട്ടുണ്ട്. സോയാബീൻ, സൺഫ്ലവർ കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? ഇതൊക്കെ എന്താണ്? അതിൽ കൊഴുപ്പടങ്ങിയിട്ടുണ്ട്. അത് പലതരം ഭക്ഷ്യവസ്തുക്കളായി നിന്ന് നമ്മൾ വേർതിരിച്ചെടുക്കുന്ന ആണെന്ന് പറയുന്നത് ആ രീതിയിലുള്ള കൊഴുപ്പുകൾ. ഇനി നോക്കി, ഇനി എന്താണ് കൊഴുപ്പിൻ്റെ ആവശ്യകത എന്ന് നോക്കൂ. കാർബോഹൈഡ്രേറ്റിനെ പോലെ കൊഴുപ്പും ഊർജ്ജം പ്രദാനം ചെയ്യുന്നു, നമുക്ക് ഊർജ്ജം നൽകുന്നുണ്ട്. അതേപോലെ നോക്കി, എങ്ങനെയാണെന്ന് നോക്കിയാൽ ചില വിറ്റാമിനുകൾ കൊഴുപ്പിൽ മാത്രമേ ലയിക്കൂ. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതാണ്, ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതാണ്, രണ്ടും ചോദിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ നോക്കേണ്ട കാര്യം എന്താണ്? എങ്ങനെയാണ് കൊഴുപ്പ് നമ്മളെ സഹായിക്കുക? നമ്മൾ എന്ത് ചെയ്യുക? ഒരു കഥ പോലെ പഠിച്ചിരിക്കുക. നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കാൻ വിറ്റാമിനുകൾ കിട്ടും അല്ലേ? എന്നാൽ ചില വിറ്റാമിനുകൾ എവിടെ ലയിക്കുള്ളൂ? വിറ്റാമിനുകൾ കൊഴുപ്പിൽ മാത്രമേ ലയിച്ച് നമ്മുടെ ശരീരത്തിന് വേണ്ട പോലെ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുകയുള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പം നോക്കിയേ, വിറ്റാമിൻ എ, വിറ്റാമിൻ ഡി, വിറ്റാമിൻ ഇ, വിറ്റാമിൻ കെ, ADEK, ഈ 4 വിറ്റാമിനാണ് എന്ത് ചെയ്യുന്നത്? കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ. ഈ വിറ്റാമിൻ്റെ പ്രത്യേകത നോക്കൂ. നമ്മുടെ മനുഷ്യശരീരത്തിൽ ഈ വിറ്റാമിൻ ഇല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ അല്ലേ? കണ്ണിൻ്റെ കാഴ്ച, കാര്യങ്ങൾ, പ്രത്യുൽപാദനം, അതേപോലെ അങ്ങനത്തെ രക്തം കെട്ട, അങ്ങനെ കുറച്ച് കാര്യങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഫംഗ്ഷനുകൾ കൈകാര്യം ചെയ്യുന്ന വിറ്റാമിൻസ് ആണിത്, ADEK. അപ്പോൾ ഇതിൻ്റെ എന്ത് ചെയ്യുക? കറക്റ്റായിട്ട് പ്രവർത്തനം നടക്കണം. ഏത് വേണം? കൊഴുപ്പ് വേണം. കാരണം ഇത് കൊഴുപ്പിൽ എന്ത് ചെയ്യുള്ളൂ? ലയിക്കുകയുള്ളൂ. അപ്പം നമുക്ക് ശരീരത്തിന് എന്തും വേണം? കൊഴുപ്പും വേണം. കൊഴുപ്പ് ഒരുപാടായാലും അതും പ്രശ്നമാണ് അല്ലേ? നമ്മൾ എന്ത് ചെയ്യുക? കൊളസ്ട്രോൾ, ഷുഗർ, അതങ്ങനെ കൊളസ്ട്രോൾ അറ്റാക്ക് കാര്യങ്ങൾ, അതുമായി റിലേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ വരും. എന്ത് ചെയ്യുക? അപ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ അളവിൽ നമ്മൾ എന്ത് ചെയ്യണം? കൊഴുപ്പ് കൊടുക്കണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഈ താഴെ പറയുന്ന വിറ്റാമിൻസിൻ്റെ പ്രവർത്തനമൊക്കെ എന്ത് ചെയ്തു? കറക്റ്റായിട്ട് നടക്കത്തുള്ളൂ. ഓക്കെ ആണല്ലോ. അടുത്ത് നോക്കൂ.
അതേപോലെ ഇവിടെ ഇതൊന്ന് പഠിക്കണം കേട്ടോ. ഈ ഒരു ടേബിൾ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ജീവിതചര്യ രോഗങ്ങൾ എന്നൊക്കെ പറഞ്ഞ ചാപ്റ്റർ നമുക്ക് സിലബസ് തന്നെയുണ്ട്, ഡയറക്റ്റ് ടോപ്പിക് ഉണ്ട്. അപ്പോൾ ഇതൊന്നും നമ്മൾ പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ നോക്കി, ഞാൻ ഇന്നലെ ബ്ലഡ് പരിശോധിച്ചു, കൊളസ്ട്രോൾ കൂടുതലാണ്. എങ്ങനെ മനസ്സിലാക്കി? അതായത് നമ്മുടെ മിനിമം വാല്യൂ മാത്രം ജസ്റ്റ് നോക്കിയാൽ മതി. എന്താണ് ബ്ലഡ് ഷുഗർ, എന്താണ് ഈ 80 പറയുന്നു അല്ലേ. അപ്പോൾ നമ്മൾ അതൊന്നും പഠിക്കണം. നമ്മൾ പഠിക്കേണ്ടത്രേ ഉള്ളൂ. എന്താണ് ബ്ലഡ് ഷുഗർ നോർമൽ എന്ന് പറഞ്ഞാൽ 70 110. എന്താണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നമ്മുടെ ബ്ലഡിൽ എത്രയുണ്ട്? 70 110 നമ്മുടെ ബ്ലഡിൽ ഷുഗർ എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ നോർമലാണ്. ബിറ്റ്വീൻ ആണെങ്കിൽ നോർമലാണ്. കൊളസ്ട്രോൾ ആണെങ്കിലോ അപ് ടു 200 വരെയാണെങ്കിൽ 200 വരെയാണെങ്കിൽ നമ്മൾ എന്താണ്? കൊളസ്ട്രോൾ നോർമലാണ്. അതിൻ്റെ മേലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യുക? 240 വരെ എന്ത് ചെയ്യുക? നമുക്ക് വലിയ കുഴപ്പമില്ല. 240 ബോർഡറാണ്. 240 മേലേക്കാണെങ്കിൽ എന്താണ്? അത്യാവശ്യം തീരുമാനമാകുന്ന റേഞ്ചാണ്, ഹൈ ആണ് അല്ലേ. മേലേക്ക് പോകുന്തോറും ഹൈ ആണ്. അപ്പം നമ്മൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? കൊളസ്ട്രോൾ ലെവൽ എവിടെ നിർത്തണം? കൊളസ്ട്രോൾ ലെവൽ നമ്മൾ എന്ത് ചെയ്യണം? 200 താഴെ, 200 വരെ മാക്സിമം നിർത്താൻ ശ്രമിക്കുക അല്ലേ. ഒരു 210 220 ഒക്കെ അങ്ങോട്ട് പോയാലും വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാലും മാക്സിമം എന്ത് ചെയ്യണം? നമ്മൾ 200 താഴെ നിർത്താൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു ടേബിളിലെ ഈ രണ്ട് കാര്യം നോക്കിയിരിക്കും. നോർമൽ ബ്ലഡ് ഷുഗർ എത്രയാണ്, കൊളസ്ട്രോൾ എത്രയാണ് വേണ്ടത്, ഈ രണ്ട് കാര്യം ഓർക്കുക. ഓക്കെ, അടുത്ത ഇവിടെ ടോപ്പിക് ഉണ്ട്, കൊഴുപ്പും കൊളസ്ട്രോളും. നോക്കിയേ, കൊഴുപ്പിൻ്റെ രൂപമാണ് കൊളസ്ട്രോൾ അല്ലേ. അപ്പോൾ കൊളസ്ട്രോൾ എന്ന് പറഞ്ഞതാണ് അത് കൊഴുപ്പിൽ നിന്നുണ്ടാകുന്ന സാധനം തന്നെയാണ് അല്ലേ. എങ്ങനെയാ നോക്കൂ, ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കുന്നത് കൂടാതെ ശരീരം സ്വയം കൊളസ്ട്രോൾ നിർമ്മിക്കുന്നുണ്ട്. ആ ഒരു കാര്യം ആലോചിക്കുക. നമ്മൾ എന്ത് ചെയ്യുക? മുട്ടയോ മീനോ കുറച്ചെന്ന് വെച്ച് കൊളസ്ട്രോൾ എന്ത് ചെയ്യുക? ആ അസുഖമൊക്കെ വരുന്നവർക്ക് എന്ത് ചെയ്യുക? ശരീരം സ്വന്തവും ചെയ്യുന്നുണ്ട് കൊളസ്ട്രോൾ. അപ്പോൾ ഒരു ചെറിയൊരു ഭക്ഷണ സാധനം, കൊളസ്ട്രോൾ കൊഴുപ്പുള്ള ചെറിയൊരു ഭക്ഷണ സാധനം കഴിക്കുമ്പോഴത്തേനും എന്ത് ചെയ്യും? അവരെ കൊളസ്ട്രോൾ എന്തെങ്കിലും കൂടും. അതേപോലെ നോക്കൂ, കൊളസ്ട്രോൾ അധികമായാൽ അത് രക്തക്കുഴലുകളുടെ ഉൾഭിത്തിയിൽ പറ്റിപ്പിടിച്ച് രക്തത്തിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നു. ഇത് ഹൃദയരോഗങ്ങൾക്ക് കാരണമാകും. അതുകൊണ്ട് കൊഴുപ്പ് അടങ്ങിയ ഭക്ഷണം കൂടുതൽ കഴിക്കുന്നത് ഗുണകരമല്ല. മനസ്സിലായല്ലോ? അപ്പം നമ്മൾ ഹോട്ടലിൽ പോയിട്ട് ചിക്കനും വറുത്തതും പൊരിച്ചതും അല്ലേ, പഴയ ബേക്കറിയും എണ്ണക്കടിയും ഒക്കെ എന്ത് ചെയ്യുക? അടിച്ചു വിടില്ല, എല്ലാം കഴിക്കും. നമ്മുടെ മോഡേൺ ജീവിതശൈലി അങ്ങനെയാണല്ലേ. അപ്പോൾ ഇത് കഴിച്ചാൽ എന്താ സംഭവിക്കുക വെച്ചാൽ എന്താണ്? കൊഴുപ്പിൻ്റെ മറ്റു രൂപമാണെന്ന് കൊളസ്ട്രോൾ ശരീരം ഉണ്ടാക്കും. അതേപോലെ നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്നതിൽ എന്തുണ്ട്? കൊളസ്ട്രോൾ. നമ്മൾ ഏതൊരു ഭക്ഷണ പദാർത്ഥം എടുത്ത് നോക്കിയാൽ ഇതിന് പുറകെ എന്ത് ചെയ്യുക? അതിൻ്റെ അടങ്ങിയിരിക്കുന്ന വസ്തുക്കളുടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ടാകും. ബേക്കറി എന്താണെങ്കിലും അതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ പിന്നെ പ്രോട്ടീൻ അല്ലെ, അതിൻ്റെ എന്താ പറയുക, പ്രോട്ടീൻ വാല്യൂ, വിറ്റാമിനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അതിലൊക്കെ എന്തുണ്ട്? കൊളസ്ട്രോളിൻ്റെ അളവ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കൊളസ്ട്രോൾ അധികമായി സംഭവിക്കുന്നതാ നമ്മുടെ രക്തക്കുഴലിൻ്റെ അകത്തെന്ത് ചെയ്യും? കട്ട പിടിച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? രക്തഓട്ടം തടസ്സപ്പെടും. അത് ഹൃദയരോഗത്തിന്, അറ്റാക്കിനൊക്കെ എന്ത് ചെയ്യും? കാരണമാകും. അതുകൊണ്ടാണെന്ത് പറയുന്നത്? നമ്മൾ അധികമായിട്ട് എന്ത് ചെയ്യരുത്? കൊഴുപ്പ് കഴിക്കുന്നത് ഗുണകരമല്ല. ഓക്കെ, അപ്പം നമ്മൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പം ഈ ഡീറ്റെയിൽ നോക്കുക. എന്നാൽ ഇന്ത്യയിൽ ശരാശരി 135 ഗ്രാം പച്ചക്കറികൾ മാത്രമേ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. കേരളത്തിൽ ഒരാൾ ശരാശരി 50 ഗ്രാം പച്ചക്കറികളാണ് ദിവസം കഴിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ വ്യത്യാസം? ഒന്ന് നോക്കുക. അപ്പോൾ ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ കൗൺസിൽ പറഞ്ഞേക്കുന്നത് എത്രയാണ്? 295 ഗ്രാം. മലയാളികൾ ശരാശരി കഴിക്കുന്ന എത്രയാണ്? ഏകദേശം 50 ഗ്രാം പച്ചക്കറി എന്ത് ചെയ്യുന്നുള്ളൂ? കഴിക്കുന്നുള്ളൂ. അപ്പം ആ ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, അടുത്തത് ഈ ഒരു പിക്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് നോക്കിയിരിക്കുക. ഒരു ചോദ്യം നമുക്ക് ഇതിൽ നിന്ന് എന്ത് ചെയ്യാം? പ്രതീക്ഷിക്കാം. നോക്കൂ, അതായത് വിറ്റാമിൻ ഒരുപാട്, ഈ ഒരു ചെറിയ പിക്ചറാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കി എന്തൊക്കെയാണെന്ന് നോക്കി, ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കി, അതായത് വിറ്റാമിൻ 2 തരമുണ്ട്. ആ ഒരു പോയിന്റ് ഇതിലുണ്ട്. ഏതൊക്കെയാണ്? കൊഴുപ്പിൽ ലയിക്കുന്നവ്, ജലത്തിൽ ലയിക്കുന്നത്. കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിൻ ഉണ്ട്. അതേപോലെ ഇവിടെ ഉണ്ട് ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ ഉണ്ട്. കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിൻ ഏതൊക്കെയാണ്? നമ്മൾ നേരത്തെ പഠിച്ചു. ഏതൊക്കെയാണ്? ADEK. ഇത് 4 ചെയ്യുന്നത് കൊഴുപ്പിൽ ലയിക്കുന്നത് അല്ലേ. അടുത്ത് നോക്കൂ, ജലത്തിൽ ലയിക്കുന്ന ഏതൊക്കെയാണ്? BC ആണ് ചെയ്യുന്നത്, ജലത്തിൽ ലഭിക്കുന്നത്. ഈ BC എന്ന് പറഞ്ഞാൽ ബിയുടെ തന്നെ ഒരുപാട് വെറൈറ്റികളുണ്ട് അല്ലേ. അതിന് നമ്മൾ B കോംപ്ലക്സ് എന്നൊക്കെ പറയാം. അപ്പോൾ അത്ര മനസ്സിലായല്ലോ. അപ്പോൾ ഈ രണ്ട് കാര്യം ഞാൻ പറഞ്ഞത് എന്താണ്? വിറ്റാമിൻ 2 തരമുണ്ട്. ഏതൊക്കെയാണ്? ജലത്തിൽ ലയിക്കുന്നത്, കൊഴുപ്പിൽ ലയിക്കുന്നത്. കൊഴുപ്പിൽ ലയിക്കുന്ന ഏതാണ്? ADEK. അതൊന്നും സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്, പഠിച്ചോണം. ADEK അതെവിടെ ലയിക്കുള്ളൂ? കൊഴുപ്പിൽ ലയിക്കുള്ളൂ. വെള്ളത്തിൽ ലയിക്കുന്ന ഏതാണ്? BC. അത് വെള്ളത്തിൽ ലയിക്കും. മനസ്സിലായല്ലോ. ഇനി നോക്കിയേ, അടുത്തത് നമ്മൾ വിറ്റാമിൻ എനെ കുറിച്ച് നോക്കാം. വിറ്റാമിൻ എനെ കുറിച്ച് നമുക്ക് നോക്കാം. വിറ്റാമിൻ എ എന്താ സംഭവം? ഇവിടെ നിന്നാണ് കിട്ടുന്നത്. അത് ക്യാരറ്റ്, ചീര, പാലുൽപ്പന്നങ്ങൾ, കരൾ, പയറില, ചേമ്പില, മുരിങ്ങയില. അപ്പോൾ കൂടി വന്ന ഈ ഇലക്കറികൾ, ക്യാരറ്റ് കഴിച്ചാൽ എന്ത് കിട്ടുള്ളൂ? വിറ്റാമിൻ എ കിട്ടുള്ളൂ, കണ്ണിന് കാഴ്ച. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യുക? ഇപ്പം നമുക്ക് നോക്കിയാൽ ഏകദേശം എല്ലാവരും എന്ത് ചെയ്യുക? കണ്ണടയൊക്കെ വെച്ച് നടക്കുന്നല്ലേ. അപ്പോൾ എന്തെന്ന് കാര്യവും മനസ്സിലായി. പയറില, ചേമ്പില, മുരിങ്ങയില ഒരു കൊല്ലത്തിനിടയ്ക്ക് കഴിച്ചവരെന്ന് ആലോചിച്ച് നോക്കി, ആരുമില്ല. നമ്മളൊന്നും കഴിച്ചിട്ടില്ലല്ലേ. അപ്പോൾ എന്താണ്? ഇതിനൊക്കെയാണ് ഒരുപാട് വിറ്റാമിൻസ് ഉണ്ട്, വിറ്റാമിൻ എ ഉള്ളത്. ഓക്കെ ആണല്ലോ. ഇനി വിറ്റാമിൻ എ എന്തിനാണെന്ന് നോക്കൂ. കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് എന്ത് വേണം?
വിറ്റാമിൻ എ വേണം. അല്ലാണ്ട് നമ്മൾ കടയിൽ കാണുന്ന കുറേ എണ്ണ മേടിച്ച് തലേ തേച്ചാൽ മുടി എന്ത് ചെയ്യില്ല, വളരത്തില്ല. അതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, കഴിക്കും കൂടി ചെയ്യണം അല്ലേ. ക്യാരറ്റ്, ചീര, പാലുൽപ്പന്നങ്ങൾ, കരള്, പയറില, ചേമ്പില, മുരിങ്ങയിലൊക്കെ നമ്മൾ കഴിച്ചാൽ നമുക്ക് എന്ത് കിട്ടും, വിറ്റാമിൻ കിട്ടും. അങ്ങനെ വിറ്റാമിൻ എ കിട്ടിയാൽ എന്ത് സംഭവിക്കും, നമ്മുടെ കണ്ണ്, തൊക്കെ, മുടിയൊക്കെ എന്ത് ചെയ്യാൻ നല്ല അടിപൊളിയായിട്ട് എന്ത് ചെയ്യും, കാര്യക്ഷമമായി നിൽക്കും. ഓക്കെ, ആ കാര്യം ഓർക്കുക കേട്ടോ. അടുത്ത് നോക്കി, അടുത്ത് വിറ്റാമിൻ ഡി ആണ്. വിറ്റാമിൻ ഡി നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത് അത് പ്രത്യേകിച്ച് ചിലവുകളൊന്നുമില്ല. സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്നു. അതേപോലെ പാലുൽപ്പന്നങ്ങളിലും എന്തുണ്ട്, ചെറിയ രീതിയിൽ വിറ്റാമിൻ ഡി ഉണ്ട് അല്ലേ. അപ്പം വിറ്റാമിൻ ഡിക്ക് നമുക്ക് വലിയ കുറവൊന്നും വരില്ല. അത്യാവശ്യം വെയിലൊക്കെ എന്ത് ചെയ്യാൻ കൊണ്ടാൽ മതി, വിറ്റാമിൻ ഡി കിട്ടും. ഇനി എന്തിനാണ് വിറ്റാമിൻ ഡി എന്ന് നോക്കിയേ, എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം, കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗീകരണം, ഇതിനൊക്കെ എന്ത് വേണം, നമുക്ക് വിറ്റാമിൻ ഡി വേണം അല്ലേ. കാൽസ്യം, ഫോസ്ഫറസ് ഒക്കെ നമ്മുടെ എല്ലിൻ്റെയും പല്ലിൻ്റെയൊക്കെ ബലത്തിനുള്ള സാധനം, അതിനൊക്കെ എന്ത് വേണം, വിറ്റാമിൻ ഡി വേണം. ഈ കാര്യവും ഓർത്തിരിക്കുക. അടുത്ത് നോക്കൂ, നമുക്ക് വിറ്റാമിൻ ഇ ആണ് എവിടെ നിന്നാണ് കിട്ടുന്നത്, അത് സസ്യ എണ്ണകളിൽ നിന്ന് കിട്ടും അല്ലേ. നമ്മൾ സസ്യ എണ്ണ എന്ന് പറയുന്നത് വെളിച്ചെണ്ണ അല്ലേ, സൺഫ്ലവർ അല്ലേ, സോയാബീൻ, ഇതൊക്കെ എന്താണ് സസ്യ എണ്ണകളാണ് അല്ലേ, അതിൽ നിന്ന് കിട്ടും. ഇനി എന്തിനാണ് വിറ്റാമിൻ ഇ എന്ന് നോക്കി, ഏതാ, നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിനാണ്. അപ്പം നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് ഏത് വേണം, വിറ്റാമിൻ ഇ വേണം. ഇമ്പോർട്ടൻ്റ് അല്ലേ. അപ്പോൾ വിറ്റാമിൻ ഇ നമുക്ക് വേണം. ഓക്കെ, അടുത്ത് നോക്കൂ, വിറ്റാമിൻ കെ എവിടെ നിന്ന് കിട്ടും, ക്യാബേജ്, ചീര, കോളിഫ്ലവർ. അപ്പം മിനിമം നമ്മൾ ക്യാബേജ് എല്ലാം മലയാളികൾ അത്യാവശ്യം ഉപയോഗിക്കുന്ന സാധനം അല്ലേ. അപ്പം എന്തിനാണ് വിറ്റാമിൻ കെ എന്ന് വെച്ചാൽ നോക്കി, മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്നു. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ കെ. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പം ആ കാര്യം ഒന്ന് ഓർത്തിരിക്കണം. അതേപോലെ നോക്കി, ഇനി ബാക്കി 2 വിറ്റാമിൻ ഏതാ, ജലത്തിൽ ലയിക്കുന്നത് അല്ലേ. ഏതൊക്കെയാണെന്ന് നോക്കി, ഏതൊക്കെയാണ്, വിറ്റാമിൻ ബിയും ഉണ്ട്, വിറ്റാമിൻ സിയും ഉണ്ട്. വിറ്റാമിൻ ബിയും ഉണ്ട്, വിറ്റാമിൻ സിയും ഉണ്ട്. വിറ്റാമിൻ ബി നമുക്ക് എങ്ങനെ കിട്ടുക, ധാന്യങ്ങളുടെ തവിട്, മുട്ട, പാൽ, ചേമ്പില. ധാന്യങ്ങളുടെ തവിട്, മുട്ട, പാൽ, ചേമ്പില. അപ്പോൾ ചേമ്പില എന്താണ്, അത്രയും നല്ലൊരു സാധനമാണ്. വിറ്റാമിൻ ഇതല്ലേ കണ്ടോ, വിറ്റാമിൻ പിന്നെ എവിടെയാണ് നമ്മൾ കണ്ടത്, ഇതാണോ, വിറ്റാമിൻ എ അതിലുണ്ട്, വിറ്റാമിൻ ബി അതിലുണ്ട്. മനസ്സിലായല്ലോ. അപ്പോൾ ഈ ഒരു കാര്യം എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തിരിക്കണം. അതേപോലെ നോക്കി, എന്തിനാണ് വിറ്റാമിൻ ബി എന്ന് നോക്കൂ, ധാന്യകങ്ങൾ, പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്തൽ, അതേപോലെ ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം, ത്വക്കിൻ്റെ ആരോഗ്യം. അപ്പോൾ നമ്മൾ നല്ല എന്ത് ചെയ്യാം, നമ്മുടെ ശരീരം പ്രായമാകാതൊക്കെ നല്ല ത്വക്കൊക്കെ എന്ത് ചെയ്യുക, സൂപ്പറായിട്ടിരിക്കണം. നമ്മൾ എന്ത് ചെയ്യണം, അതേപോലെ നമ്മുടെ ധാന്യകങ്ങൾ, പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്തൽ. ധാന്യങ്ങൾ എന്താണെന്ന് പറഞ്ഞു, ഊർജ്ജം ഉണ്ടാക്കാനെന്ന് പറഞ്ഞു അല്ലേ. പ്രോട്ടീൻ എന്തിനാണെന്നും പറഞ്ഞു, ശരീര വളർച്ചയ്ക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ശരിയായ പ്രവർത്തനത്തിന് എന്ത് വേണം, വിറ്റാമിൻ ബി വേണം. അപ്പോൾ ബി വേണമെങ്കിൽ നമ്മൾ കഴിക്കേണ്ട ആഹാരങ്ങൾ ഏതൊക്കെയാണ്, ധാന്യങ്ങളുടെ തവിട് കഴിക്കണം അല്ലേ. നമ്മളിപ്പോൾ കഴിക്കുന്ന അരികളൊക്കെ നല്ല അടിപൊളിയായിട്ട് പോളിഷ് ചെയ്ത് വരുന്ന അരി, അതിലൊന്നും ഒന്നുമില്ല അല്ലേ. അപ്പോൾ ധാന്യങ്ങളുടെ തവിട് കഴിക്കണം. അതേപോലെ മുട്ട, പാല്, ചേമ്പില, ഇതൊക്കെ കഴിച്ചാൽ നമുക്ക് എന്ത് കിട്ടും, വിറ്റാമിൻ ബി കിട്ടും. ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. അടുത്ത വിറ്റാമിൻ സി അല്ലേ. വിറ്റാമിൻ സി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു സാധനമാണ്. പരീക്ഷയ്ക്ക് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ആദ്യമായി കൃത്രിമമായി നിർമ്മിച്ച വിറ്റാമിൻ ഏതാണ്, ആ രീതിയിലൊക്കെ PSC ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കി, എവിടെ നിന്ന് കിട്ടും, പഴങ്ങൾ, നെല്ലിക്ക, മുരിങ്ങയില, പപ്പായ, അതിൽ നിന്നൊക്കെ വിറ്റാമിൻ സി കിട്ടും അല്ലേ. നമുക്ക് ഒരു സിമ്പിളായിട്ട് പറഞ്ഞാൽ പുളിയുള്ള ആഹാരത്തിലൊക്കെ എന്തുണ്ട്, ഭക്ഷണ പദാർത്ഥത്തിൽ നിന്നുണ്ട്, നമ്മൾ പഴവർഗ്ഗങ്ങളിലൊക്കെ എന്തുണ്ട്, വിറ്റാമിൻ സി ഉണ്ടെന്ന് പറയാം. ത്വക്ക്, എല്ല്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യം. ചുരുക്കം പറഞ്ഞാൽ എന്ത് ചെയ്യുക, നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഭക്ഷണത്തിൽ എന്തിനാണ്, ഇതിൽ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളുണ്ടോ, ഒരു ദിവസം ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടോ, ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ചെറിയ രീതിയിലെങ്കിലും ഇതിൽ പറഞ്ഞ എല്ലാ ആഹാരങ്ങളും എന്ത് ചെയ്യുക, നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകും. അപ്പോൾ കൂടിയാലും പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്. ഒരു മിനിമം അളവിൽ എന്ത് ചെയ്യണം, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം എന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത ഈ ഒരു ബോക്സ് നോക്കി, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടച്ചു വെച്ചില്ല ടെസ്റ്റ് കൊടുത്തേക്കുന്നത് അല്ലേ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ ചോദിച്ച ചോദ്യം എങ്ങനെയാണ്, ചൂടാകുമ്പോൾ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ഏതാണ് എന്ന രീതിയിൽ ചോദ്യം ചോദിച്ചായിരുന്നു. അപ്പം ഇവിടെ നോക്കി, അടച്ചു വെച്ചില്ലെങ്കിൽ നോക്കി, പഴങ്ങളും പച്ചക്കറികളും വേവിക്കുമ്പോൾ അവയിലെ വിറ്റാമിൻ സി നീരാവിയിൽ ലയിക്കുന്നു. അത് നീരാവിയോടൊപ്പം എളുപ്പം പുറത്തു പോകുന്നു. അതിനാൽ അടച്ചു വെച്ച് വേവിക്കുന്നതാണ് നല്ലത്. എനിക്കൊരു പുതിയ ഇൻഫോർമേഷനാണ്. ഞാൻ വിചാരിച്ചു ചൂടാക്കിയാൽ അതിൽ നിന്ന് എന്ത് ചെയ്യും, വിറ്റാമിൻ പോകും. മൂടി വെച്ചാൽ അത് വിറ്റാമിൻ എന്ത് ചെയ്യുക, ചെറിയ രീതിയെങ്കിലും പോകാതിരിക്കും എന്ന ഇൻഫോർമേഷൻ ഇപ്പം എനിക്ക് ടെസ്റ്റ് വായിച്ചപ്പോഴാണ് കിട്ടിയത്. മനസ്സിലായല്ലോ. അപ്പം നമുക്ക് എന്ത് ചെയ്യുക, പിന്നെ ഈ കാര്യം ഓർത്ത് വയ്ക്കുക കേട്ടോ. വിറ്റാമിൻ സി ചൂടാക്കിയാൽ നശിച്ചു പോകുന്ന വിറ്റാമിൻ ഏതാണ്, വിറ്റാമിൻ സി. അത് നീരാവിയുമായി എന്ത് ചെയ്യും, ചേർന്നിട്ട് എന്ത് ചെയ്യും, പുറത്തു പോകും അല്ലേ. അപ്പോൾ മൂടി വെച്ചാൽ എന്ത് ചെയ്യും, പോകത്തില്ലെന്നാണ് ടെക്സ്റ്റ് ബുക്കിൽ എന്ത് ചെയ്യുന്നത് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആ കാര്യം ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പം അടുത്ത് നോക്കിയേ, ധാതുലവണങ്ങൾ 5-ാമത്തെയാണ് ഭക്ഷണം കഴിച്ചാൽ കിട്ടുന്നത് ഏതാണ്, മിനറൽസ്, ധാതുലവണങ്ങൾ. അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നോക്കിയേ. ഈ ഒരു ടേബിൾ മസ്റ്റായിട്ട് നമ്മൾ പഠിക്കണം. ഇരുമ്പ് അല്ലേ,
കാൽസ്യം, ഫോസ്ഫറസ്, സോഡിയം, അയഡിൻ, കുറച്ച് ധാതുക്കളുടെ പേരാണ് അല്ലേ. അത് എവിടെ നിന്ന് കിട്ടും, എന്താണ് ഉപയോഗം, അതാണ് ഇതിൽ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം എന്ത് ചെയ്യുക, ഒന്ന് നോക്കിയേക്കുക. നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് വേഗം നോക്കാം. ഇരുമ്പ് എന്തിനാ? രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണം. അപ്പോൾ ഇരുമ്പ് മസ്റ്റായിട്ട് നമ്മുടെ ശരീരത്തിൽ ചെല്ലണം. വേണോ വേണ്ടയോ? വേണം. ഓക്കെ, എങ്ങനെ കിട്ടും? ഇലക്കറികൾ, മത്തൻ കുരു, മുതിര, ശർക്കര, കരൾ അല്ലേ. ഇതിൽ മത്തൻ കുരു, മുതിരയും നമ്മൾ എന്ത് ചെയ്യുക, ജീവിതത്തിൽ കഴിക്കാത്തൊരു പോലെയുണ്ട്. ഓക്കെ ആണല്ലോ, ശരിയാണല്ലോ. അപ്പം ഇതൊക്കെ കഴിച്ചാൽ മാത്രമേ എന്ത് സംഭവിക്കുകയുള്ളൂ, നമ്മുടെ എന്താണ് രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ ഇരുമ്പ് കിട്ടത്തുള്ളൂ. അടുത്ത് നോക്കി, കാൽസ്യം, ഫോസ്ഫറസ് എന്ന 2 ധാതുക്കൾ. എന്തിനാ അത്? എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിന്, അതേപോലെ പേശികളും നാടികളുടെയും പ്രവർത്തനത്തിനൊക്കെ വേണം കാൽസ്യവും ഫോസ്ഫറസും വേണം. ഇമ്പോർട്ടൻ്റ് അല്ലേ. അപ്പം നോക്കി എവിടെ നിന്ന് കിട്ടും അത്? ഏത്തപ്പഴം, മരച്ചീനി, ചേന, ഇലക്കറികൾ, പാലുൽപ്പന്നങ്ങൾ. ഇത്രയും കഴിച്ചാൽ എന്ത് കിട്ടുകയുള്ളൂ? കാൽസ്യം, ഫോസ്ഫറസ് കിട്ടത്തുള്ളൂ. അടുത്ത് സോഡിയം. നമ്മൾ മലയാളികളുടെ ഏറ്റവും അത് കുറവെന്തായാലും വരാൻ സാധ്യതയില്ല. എന്തായാലും സോഡിയം കുറഞ്ഞു എന്ന് പ്രായമാകുമ്പോൾ കേൾക്കാം. സോഡിയം കുറഞ്ഞു കേൾക്കാം അല്ലേ. അപ്പോൾ നോക്കി, ശരീരത്തിന് ആവശ്യമായ ജലം നിലനിർത്തുന്ന ആരാണ്? സോഡിയമാണ്. അത് എവിടെ നിന്ന് കിട്ടും? കറിയുപ്പിൽ നിന്ന് കിട്ടും അല്ലേ. സോഡിയം ക്ലോറൈഡ് അല്ലേ. ഓക്കെ, അടുത്ത് നോക്കൂ, അയഡിൻ. അയഡിൻ എന്തിനാണ്? തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിന്, അതേപോലെ മാനസിക വളർച്ചയ്ക്കൊക്കെ എന്ത് വേണം? അയഡിൻ വേണം. ഓക്കെ, എവിടെ നിന്ന് കിട്ടും? കടൽ വിഭവങ്ങൾ, അയഡിൻ ചേർത്ത ഉപ്പ്, കടൽ മത്സ്യങ്ങളുടെ തല, ഇതിലൊക്കെ എന്തുണ്ട്? അയഡിൻ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം വൃത്തിയായിട്ട് ഓർത്തിരിക്കണം. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചെന്ത് ചെയ്യുക, ഇതും ഒരു സ്റ്റേറ്റ്മെൻറ്റിന് എന്ത് ചെയ്യുക സാധ്യതയുണ്ട്. ഇപ്പം എനിക്കിതെല്ലാം അറിയാമെന്ന് പറഞ്ഞ് എനിക്ക് ചുമ്മാ ഒന്ന് ആലോചിച്ച് നോക്കി, ഇതൊരു മാച്ച് ദ ഫോളോയിങ് തന്നാൽ എത്ര പേര് എഴുതാൻ പറ്റും? മാച്ച് ദ ഫോളോയിങ്: ഇരുമ്പ്, കാൽസ്യം, ഫോസ്ഫേറ്റ്, സോഡിയം, അയഡിൻ എന്നൊരു സൈഡിൽ കൊടുക്കുക. അപ്പുറ സൈഡിൽ എന്താണ്? രക്തത്തിലെ ഹീമോഗ്ലോബിൻ നിർമ്മാണം. ഇങ്ങനെ താഴേക്ക് എന്ന് കൊടുത്താൽ എത്ര പേര് മാച്ച് ചെയ്യും? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നതിൻ്റെ ആവശ്യകത ഏതാണ്? എന്ത് ചെയ്യുക, സിമ്പിളായിട്ട്, ഇനിയത്തെ കാലം സിമ്പിളായിട്ട് എന്ത് ചെയ്യുക, ഇരുമ്പ് ഒരെണ്ണമായിട്ടൊന്നും ചോദിക്കാൻ സാധ്യതയില്ല. എന്താണ് രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ വസ്തു എന്നൊന്നും ചോദിക്കാൻ സാധ്യത വളരെ 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 കുറവാണ് അല്ലേ. അപ്പം ചോദിക്കുന്ന സാധ്യതകൾ എന്ത് ചെയ്യുക, മാച്ച് ദ ഫോളോയിങ്, PSC സെറ്റപ്പൊക്കെ മാറ്റി മാച്ച് ദ ഫോളോയിങ്, അതേപോലെ എന്താണ്, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ ശരിയോ തെറ്റോ, അല്ലെ 2-3 ശരിയാക്കിയിട്ട് ഒരെണ്ണം തെറ്റിച്ചു കൊടുത്തും അല്ലേ. ഇപ്പോൾ എക്സാമ്പിൾ നോക്കൂ, പിന്നെ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിന്, മാനസിക വളർച്ചയ്ക്ക് കാൽസ്യം, ഫോസ്ഫറസ് എന്നിവ അത്യാവശ്യമാണ് എന്ന് എഴുതി വെച്ചാൽ അല്ലേ, നമുക്കെന്താണ്, നമ്മൾ വായിച്ചോ അറിഞ്ഞോ പോയില്ലെങ്കിൽ തെറ്റിക്കും, ഉറപ്പായിട്ടും തെറ്റിക്കും. അപ്പം സിമ്പിളായിട്ട് കരുതരുത്. ഇപ്പോൾ ഈ ഫ്ലോ ചാർട്ടുകളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് നോക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യുക, പോഷകം കറക്റ്റായിട്ട് കഴിച്ചില്ലെങ്കിൽ പോഷക അപര്യാപ്ത രോഗങ്ങൾ വരും അല്ലേ. പോഷകഘടകങ്ങളുടെ അപര്യാപ്തത ശരീര വളർച്ച മുരടിക്കുന്നതിനും പലതരം രോഗങ്ങൾ ഉണ്ടാകുന്നതിനും കാരണമാകുന്നു. ഇത്തരം രോഗങ്ങളാണ് പോഷക അപര്യാപ്ത രോഗങ്ങൾ. അപ്പം നമ്മുടെ ശരീരത്തിന് ആവശ്യമായ അളവിൽ പോഷകം കറക്റ്റായിട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ എന്ത് ചെയ്യും, ശരീരത്തിൽ പലതരം രോഗങ്ങൾ വരും. അങ്ങനത്തെ രോഗങ്ങൾക്ക് പേരാണത് പോഷക അപര്യാപ്ത രോഗങ്ങളെന്ന് പറയുക. മനസ്സിലായല്ലോ. അപ്പം നമ്മൾ നേരത്തെ ഒരെണ്ണം പഠിച്ചു അല്ലേ, പ്രോട്ടീൻ്റെ അഭാവം മൂലം ഏതാ ഉണ്ടാക്കുന്നത്, കോഷിയോക്കറ നമ്മൾ പഠിച്ചു. ഓക്കെ, ഇവിടെ കുറച്ച് വിറ്റാമിൻ കുറച്ചിട്ടുണ്ട്. ഇനി അവയുടെ ലക്ഷണം അല്ലേ, പിന്നെ അതുമായി ബന്ധപ്പെട്ട അപര്യാപ്ത രോഗം കൊടുത്തിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്. വിറ്റാമിൻ എ കുറേ തവണ PSC ചോദിച്ച ചോദ്യമാണ്. വിറ്റാമിൻ അതിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം PSC എഴുതിയവർക്കറിയാം. ഓക്കെ, വിറ്റാമിൻ എ എന്താണ്? നിശാന്തത, മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയില്ല, അതാണ് നിശാന്തത എന്ന് പറയുക അല്ലേ. വിറ്റാമിൻ ബി ആണെങ്കിലോ, വായ്പുണ്ണ്, വായിലെ വ്രണങ്ങൾ, അത് PSC ചോദിച്ചത് കണ്ടിട്ടില്ല. വിറ്റാമിൻ സി ഏതാണ്? വിറ്റാമിൻ സിയുടെ അഭാവം സ്കർവി എന്ന രോഗം ഉണ്ടാക്കും, മോണയിൽ പഴുപ്പും രക്തസ്രാവവും. വിറ്റാമിൻ സിയുടെ അഭാവം ഉറപ്പായിട്ടും ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. വിറ്റാമിൻ ഡി ഇഷ്ടം പോലെ തവണ ചോദിച്ചിട്ട് കണയാണ് രോഗം. ഏതാണ്? വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? കണയാണ് അല്ലേ. ഈ സാധനങ്ങളൊന്നും എന്ത് ചെയ്യുക, ഇതിൻ്റെ ലക്ഷണങ്ങളൊന്നും ഇന്നവർ ചോദിച്ചത് കണ്ടിട്ടില്ല. ഇനി ചോദിക്കുമെന്ന് അറിയത്തില്ല, അപ്പോൾ എന്തോ നോക്കിയേക്കുക. വിറ്റാമിൻ ഡിയുടെ അഭാവം ഏതാണ്? കണയുണ്ടാക്കും. കണ എന്ന് പറയുന്നത് എന്താ? അസ്ഥികൾ കനം കുറഞ്ഞ് വളഞ്ഞാൽ സംഭവിക്കും, നമ്മൾ ചെറുതായിട്ട് വീണാതൊക്കെ എന്തെങ്കിലും പൊട്ടിപ്പോകും അല്ലേ. അപ്പോൾ ഇങ്ങനെ കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നില്ല, അസ്ഥി പൊട്ടുക എന്നാലോചിച്ച് നോക്കൂ. ഓക്കെ, ഇരുമ്പിൻ്റെ അഭാവം ഏതാണ്? അനീമിയ, രക്തക്കുറവ്, വിളർച്ച വരും. അയഡിൻ, ഗോയിറ്റർ, തൊണ്ടയിൽ മുഴ. ഈ എത്ര കാര്യങ്ങൾ എന്ത് ചെയ്യുക, അപ്പം ഓർത്തിരിക്കുക. വിറ്റാമിൻ എ, ബി, സി, ഡി, ഇരുമ്പ്, അയഡിൻ, ഈ ഒരു കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇതിൽ ഭൂരിഭാഗവും PSC ചോദിച്ചിട്ടുള്ള കാര്യമാണ്. ഓക്കെ ആണല്ലോ. അടുത്തായി 2 ടോപ്പിക് കൊടുത്തിട്ടുണ്ട്. പോഷക ഇതര ഘടകങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ജലം കൊടുത്തിട്ടുണ്ട്, അതേപോലെ നാരുകൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പം നമ്മുടെ ശരീരത്തിൽ 3/2 ഭാഗവും ജലമാണ്. തലച്ചോറിൻ്റെ 85% രക്തത്തിൻ്റെ എത്രയാണ്? തലച്ചോറിൻ്റെ
85%, രക്തത്തിൻ്റെ 90%, എല്ലുകളുടെ 25% ജലമാണ്. അപ്പോൾ ജലത്തിൻ്റെ പ്രത്യേകത മനസ്സിലായല്ലോ. നമ്മൾ ഒരു ദിവസം വെള്ളം കുടിക്കണം അല്ലേ? നമ്മളെപ്പോഴാണ് വെള്ളം കുടിക്കുക? ഭക്ഷണം കഴിക്കുമ്പോൾ ഇറങ്ങിപ്പോയില്ലെങ്കിൽ അര ഗ്ലാസ് വെള്ളം എന്ത് ചെയ്യുക? കുടിച്ചാൽ കുടിച്ച് അങ്ങനെ മോസ്റ്റ് ഓഫ് അങ്ങനെയാണല്ലേ. അപ്പം നമ്മൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മുടെ തലച്ചോറിൻ്റെ 85%, രക്തത്തിൻ്റെ 90%, എല്ലുകളുടെ 25% ജലമാണ്. സ്റ്റേറ്റ്മെൻറ്റൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ചുമ്മാ ജലം എന്ന് കാണുമ്പോൾ എന്ത് ചെയ്യാം? വെള്ളം എന്നും കാണുന്ന സാധനമാണല്ലോ, വിട്ട് കളയണ്ട. ഓക്കെ, അതേപോലെ നോക്കി, നമ്മുടെ മൂത്രം, വിയർപ്പ് എന്നിവയിലൂടെ പ്രതിദിനം 2.5 ലിറ്റർ അല്ലേ ജലം നമ്മുടെ ശരീരത്തിൽ നഷ്ടപ്പെടുന്നു. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു നമ്പർ കൊടുത്തുകൊണ്ട് അതൊന്നും ഓർത്തോണം. മൂത്രം, വിയർപ്പിലൂടെ എന്ത് ചെയ്യും? 2.5 ലിറ്റർ വെള്ളം നമ്മുടെ ശരീരത്തിൽ എന്ത് ചെയ്യും? നഷ്ടപ്പെടും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ശുദ്ധജലം കുടിക്കണം എന്ന് പറയുക. അപ്പോൾ നമ്മൾ 2.5 ലിറ്റർ വെള്ളം ഒരു ദിവസം മാക്സിമം നഷ്ടപ്പെടുമ്പോൾ നമ്മൾ 2.5 ലിറ്ററിൻ്റെ മേലെ എന്ത് ചെയ്യണം? വെള്ളം എന്ത് ചെയ്യണം? കുടിക്കണം. നമ്മൾ കുടിക്കുന്നുണ്ടോ എന്ന കാര്യം എന്ത് ചെയ്യണം? ഒന്ന് ആലോചിക്കണം. ഓക്കെ ആണല്ലോ. അപ്പം വെള്ളം കുടിയുടെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ടോപ്പിക്ക്. അതിൽ കുറച്ച് പോയിന്റുകളുണ്ട്. അടുത്ത് നോക്കുക, നാരുകൾ, ഫൈബർ. നമ്മൾ പ്രമേഹ രോഗികളൊക്കെ കേൾക്കുന്ന ഫൈബർ ചേർന്ന ഭക്ഷണം എന്നൊക്കെ പറയാം അല്ലേ. അപ്പോൾ ഫൈബർ നോക്കി, സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും എന്നാൽ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ ഒരുതരം ധാന്യകമാണ് നാരുകൾ. ഇവ പ്രധാനമായും സെല്ലുലോസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ശരീരത്തിന് പോഷക ഘടകങ്ങൾ നൽകുന്നില്ലെങ്കിലും നാരുകൾ വൻകുടലിലെ വിസർജ്യ വസ്തുക്കളുടെ സഞ്ചാരത്തെ സുഗമമാക്കുന്നു. തവിടടങ്ങിയ ധാന്യങ്ങൾ, ഇലക്കറികൾ, പച്ചക്കറികൾ, വാഴയുടെ തണ്ട്, വാഴക്കൂമ്പ് എന്നിവ നാരുകളുടെ കലവറയാണ്. അപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഷുഗറുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുക? ഷുഗറുള്ള പ്രമേഹ രോഗികൾക്ക് നാര് കൂടിയ ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താ? നാര് കൂടിയ ഭക്ഷണം കഴിച്ചാൽ നമ്മുടെ ശരീരത്തിൽ എന്തില്ല? ദഹിക്കത്തില്ല. അപ്പോൾ നമ്മുടെ ഒരുപാട് ശരീരത്തിലേക്ക് എന്ത് ചെയ്യില്ല? പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിലേക്ക് നമ്മുടെ കാർബോഹൈഡ്രേറ്റ് ഒന്നും ചെയ്യത്തില്ല അല്ലേ. അപ്പോൾ നമ്മുടെ വയറ് നിറയുകയും ചെയ്യും. അത് നമ്മുടെ ശരീരം ദഹിപ്പിച്ചെടുക്കത്തുമില്ല. അതുകൊണ്ടാണ് നാരുകൾ ചേർന്ന ഭക്ഷണം കൂടുതലായിട്ട് കഴിക്കണമെന്ന് പറയുന്നതിൻ്റെ ഇമ്പോർട്ടൻസ്. ഓക്കെ ആണല്ലോ. അടുത്ത ടോപ്പിക്കുണ്ട് സമീകൃത ആഹാരം എന്ന് പറയും. അപ്പോൾ എന്താ സമീകൃത ആഹാരം എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ വേണ്ട എല്ലാ പോഷക ഘടകങ്ങളും ആവശ്യമായ അളവിൽ അടങ്ങിയിരിക്കുന്ന ആഹാരത്തിൽ പറഞ്ഞ പേരാണത് സമീകൃത ആഹാരം. മനസ്സിലായില്ലേ? അപ്പം നമ്മുടെ ശരീരത്തിന് എല്ലാ സംഭവവും വേണം. എന്താണ്? എണ്ണ വേണം, ഇങ്ങനെയൊക്കെ എൻ്റെ വിറ്റാമിൻ കാര്യങ്ങളൊക്കെ ഇതിലുണ്ടല്ലോ. അപ്പോൾ ശരീരത്തിൽ വേണ്ട എല്ലാ പോഷക ഘടകങ്ങളും ആവശ്യമായ അളവിൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷണ പദാർത്ഥം പറഞ്ഞ പേരാണത് സമീകൃത ആഹാരം എന്ന് പറയുക അല്ലേ. അപ്പം ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, ഇന്നുവരെ ക്വസ്റ്റൻ ഒന്നും കണ്ടിട്ടില്ല. അപ്പം എന്ത് ചെയ്യുക? മിനിമം എന്താണ്? ജസ്റ്റ് എന്ത് ചെയ്യുക? വേണമെങ്കിൽ അറിയേണ്ടത് ജസ്റ്റ് എന്ത് ചെയ്യുക? ഒന്ന് നോക്കിയേക്കുക കേട്ടോ. ഇമ്പോർട്ടൻ്റ് അല്ല. ഇപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എന്തോരമാണ് B1, B2, C, കാൽസ്യം, ഫോസ്ഫറസ് ഇതൊക്കെ നമുക്ക് വേണം. അപ്പോൾ അടങ്ങിയൊരു ഫ്ലോ ചാർട്ടാണ്. ജസ്റ്റ് നോക്കിയാൽ മതി. ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. പഴങ്ങളാണെങ്കിലും എന്താണ്? അതിലടങ്ങിയിരിക്കുന്ന ധാന്യകം, പ്രോട്ടീൻ, കൊഴുപ്പ്, കാൽസ്യം, ഇരുമ്പ് അല്ലേ, ഇതെല്ലാം എന്ത് ചെയ്യുക? കൊടുത്തിട്ടുണ്ട്. അതും എന്താണ്? ഇമ്പോർട്ടൻ്റ് ഒന്നും കണ്ടിട്ടില്ല. അപ്പം എന്ത് ചെയ്യുക? ഒന്ന് നോക്കുക. അതേപോലെ നോക്കി, ഇവിടെ എണ്ണം കൊടുത്തിട്ടുണ്ട്. അവിയൽ എന്ന് പറഞ്ഞാൽ അല്ലേ എന്താണ് കാര്യം? എന്താണ്? ഒരു കറിയാണെങ്കിൽ പോലും അതിൽ ഒരുപാട് എന്ത് ചെയ്യുക? പോഷക മൂല്യങ്ങൾ അടങ്ങിയ അല്ലെ ഒരുപാട് എല്ലാത്തരം പച്ചക്കറി അടങ്ങിയ ഒരു കറിയാണെന്ന് പറയുക അവിയൽ എന്ന് പറയുക. അതുകൊണ്ടാണ് അതിവിടെ കൊടുത്തേക്കുന്നത്. നമുക്കത് പഠിക്കേണ്ടോ പരീക്ഷയ്ക്ക് വരേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് പ്രധാനപ്പെട്ട ഈ ചാപ്റ്ററിലുള്ള കാര്യങ്ങൾ. നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുന്നുള്ള നമുക്ക് എന്താ കിട്ടുമെന്ന് നോക്കി. ആഹാരത്തിലെ പോഷക ഘടകങ്ങളും അവയിലടങ്ങിയ ഭക്ഷ്യവസ്തുക്കളെയും തിരിഞ്ഞറിഞ്ഞ് പട്ടിക ചെയ്യാൻ കഴിയുന്നു. അപ്പോൾ ആഹാരം നല്ല രീതിയിൽ തിരഞ്ഞെടുക്കാൻ നമുക്ക് സാധിക്കും. അതേപോലെ സമീകൃത ആഹാരം എന്ന ആശയം നമുക്ക് വ്യക്തമായി അല്ലേ. നമ്മളെല്ലാം കഴിച്ചാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ആരോഗ്യം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്ന രീതിയിൽ സമീകൃത ആഹാരത്തിന് ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി. അതേപോലെ നോക്കൂ, പോഷക അപര്യാപ്ത രോഗങ്ങളുടെ കാരണം അല്ലേ. നമുക്ക് ഓരോ രോഗങ്ങളും വരുന്ന എന്തിൻ്റെ അപര്യാപ്ത മൂലമാണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന കാര്യം മനസ്സിലാക്കാൻ പറ്റി അല്ലേ. ഭക്ഷണ രീതിയിൽ ആവശ്യമായ മാറ്റം വരുത്താൻ കഴിയുന്നു എന്ന് വെച്ചാൽ നമ്മൾ ഇന്നേ രീതിയിൽ പോയാൽ പോരാ. വെള്ളം കുടീൻ്റെ കാര്യത്തിൽ തന്നെ നോക്കി, 2.5 ലിറ്റർ വെള്ളം നമ്മുടെ ശരീരത്തിൽ ദിവസം എന്ത് ചെയ്യും? നഷ്ടപ്പെടും അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അതിൽ കൂടുതൽ വെള്ളം കുടിക്കണം. എന്താണ് വെള്ളത്തിൻ്റെ ഇമ്പോർട്ടൻസ്? അത്രയൊന്നും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല. നമ്മൾ ദാഹം മാറാൻ എന്നല്ലേ എന്നൊക്കെ നമ്മൾ അത്യാവശ്യം മിനിമം ചിന്തിക്കുകയുള്ളൂ. പക്ഷേ അതിനല്ല എന്ന കാര്യം നമ്മൾ എന്ത് ചെയ്യണം? ഓർക്കണം. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ ചാപ്റ്റർ പഠിച്ച കാര്യങ്ങൾ. അത്യാവശ്യം കുറച്ച് വലിയ ചാപ്റ്ററാണ്. ഏകദേശം വീഡിയോ ഒരു 10-20 മിനിറ്റോളം ഉണ്ട്. പക്ഷേ 1-2 മാർക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യുക? ഈ ചാപ്റ്ററിന് ഉറപ്പായിട്ടും LDC എക്സാമിന്, LPUP എക്സാമിന് തീർച്ചയായിട്ടും വരും. ഓക്കെ, താങ്ക് യു. അപ്പോൾ വീഡിയോ നിർത്തുവാണ്. അപ്പം ചാനൽ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.